കഥയുണ്ടു കേൾക്കാം. കഥകളിൽ നല്ലോണം കാര്യമുണ്ടു കേൾക്കാം. അർത്ഥം മനർത്ഥങ്ങൾ ഇടതിരിച്ചെഴുതും കഥകളിലെ കഥ കേൾക്കാം. ആത്മഭാഷണം. മാന്യ പ്രേക്ഷകർക്ക് ആത്മഭാഷണം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആത്മഭാഷണം. മനുഷ്യ മനസാക്ഷിയെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ നിറഞ്ഞതാണ് വിശുദ്ധ ബൈബിൾ. നമ്മെ ചിന്തിപ്പിക്കുന്നതിനും തിരുത്തുന്നതിനും ഉതകുന്ന ഒരു നല്ല കഥയുമായി നമ്മുടെ മുൻപിലെത്തുന്നു കോട്ടയത്തു നിന്നുള്ള അലീന മെറിൻ ജോസ്. നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള അലീനയുടെ കഥയ്ക്കായി നമുക്ക് കാതോർക്കാം. ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് ഒരു കഥയല്ല, ഒരു ചരിത്രമാണ്. ദൈവപുത്രനായ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ട പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രധാന സംഭവമാണ് ഈ കലയിലൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. നോക്കൂ, ആ കാണുന്നതാണ് ഫിലിപ്പിയൻ ഭരണാധികാരികളുടെ കൊട്ടാരം. അതിനോട് ചേർന്ന് ഒരു ഉയർന്ന മതിൽക്കെട്ട് കാണുന്നില്ലേ? അതിനുള്ളിലാണ് ഫിലിപ്പിയൻ ഭരണാധികാരികളുടെ നിർദ്ധയ ശിക്ഷാവിധിക്ക് വിധേയരായ കുറ്റവാളികൾ കിടക്കുന്ന കൂറ്റൻ തടവറ. പ്രിയമുള്ളവരെ, ഞാൻ ആ ചരിത്രം പറഞ്ഞു തുടങ്ങട്ടെ. തടവറകൾ തകർന്നപ്പോൾ റോമ സാമ്രാജ്യത്തിന്റെ അധികാര പരിധിയിലുള്ള മെക്കദോനിയയുടെ ഭാഗത്തെ ഒരു പ്രധാന പട്ടണമാണ് ഫിലിപ്പിയ. ആ ഫിലിപ്പിൻ നഗര കവാടത്തിന് പുറത്ത് നദീതീരത്തായി ഒരു പ്രാർത്ഥനാ മന്ദിരമുണ്ട്. അവിടെ കുറെ സ്ത്രീകൾ കൂട്ടം കൂടി നിന്ന് ആരുടെയോ സംസാരം കേൾക്കുന്നു. ആരാണത്? ആരോടാണ് അവർ സംസാരിക്കുന്നത്? ക്രിസ്തുവിൻ സുവിശേഷം കാതുകളിൽ ചൊല്ലിയിടും, ക്രിസ്തുവിൻ സുവിശേഷം കാതുകളിൽ ചൊല്ലിയിടും. അപ്പോസ്തലൻ പൗലോസ്, അപ്പോസ്തലൻ പൗലോസ്, അപ്പോസ്തലൻ പൗലോസ്, അപ്പോസ്തലൻ പൗലോസ്. അപ്പോസ്തലനായ പൗലോസും സഹോദരനായ സീലാസുമാണ് ആ പ്രാർത്ഥനാ മന്ദിരത്തിന് സമീപം സ്ത്രീകളോട് സംസാരിക്കുന്നത്. കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ പൗലോസും സീലാസും ആ മന്ദിരത്തിൽ പതിവായി എത്താറുണ്ടായിരുന്നു. അതാ കുറച്ചങ്ങോട്ട് മാറി ഒരു യുവതിക്ക് ചുറ്റും കുറെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു. എന്താണ് അവിടെ നടക്കുന്നത്? ഭൂതം ഭാവി ഫലങ്ങൾ പറയുന്ന അവിടെ ഒരു പെൺകുട്ടി, അവിടെ ഒരു അടിമ പെൺകുട്ടി, ആത്മാവുള്ളിൽ കയറിയ പാവം ഒരടിമ പെൺകുട്ടി, അവിടെ ഒരടിമ പെൺകുട്ടി. ഭൂതം ഭാവി ഫലങ്ങൾ പറയുന്ന അവിടെ ഒരു പെൺകുട്ടി, അവിടെ ഒരടിമ പെൺകുട്ടി, ആത്മാവുള്ളിൽ കയറിയ പാവം ഒരടിമ പെൺകുട്ടി, അവിടെ ഒരടിമ പെൺകുട്ടി. അതെ, വഴിപോക്കരെല്ലാം ഭാവി ഫലങ്ങൾ വിളിച്ചു പറഞ്ഞ് തന്റെ യജമാനന്മാർക്ക് വേണ്ടി ആദായം ഉണ്ടാക്കുകയാണ്. ആത്മാവ് ബാധിച്ച ആ പാവം അടിമ പെൺകുട്ടി ദേവാലയത്തിൽ ദിവസവും എത്തുന്ന പൗലോസിനെയും സീലാസിനെയും കാണുമ്പോഴെല്ലാം അവൾ ഇങ്ങനെ വിളിച്ചു പറയും, ഈ മനുഷ്യർ, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ സേവകന്മാരാണ്. ഇവർ നിങ്ങളോട് രക്ഷയുടെ വഴി വിളിച്ചു പറയുന്നു. പല ദിവസങ്ങളിലും ഇവൾ ഇങ്ങനെ ആവർത്തിച്ചു. ഇവർ ദേവദാസന്മാർ, രക്ഷാമാർഗം നിങ്ങൾക്ക് ഇവർ ഉച്ചത്തിൽ ചൊല്ലും, രക്ഷാമാർഗം നിങ്ങൾക്ക് ഇവർ ഉച്ചത്തിൽ ചൊല്ലും. തങ്ങളെ കാണുമ്പോഴെല്ലാം ഇവളിങ്ങനെ തുടരെ തുടരെ വിളിച്ചു പറയുന്നത് പൗലോസിനെ അസ്വസ്ഥനാക്കി. അദ്ദേഹം ആ പെൺകുട്ടിക്ക് നേരെ തിരിഞ്ഞു. അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഉച്ചത്തിൽ ആജ്ഞാപിച്ചു, ഹേ ആത്മാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, വേഗം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവുക. ഒരലർച്ചയോടെ ആ ബാധ ആ പെൺകുട്ടിയിൽ നിന്നും ഒഴിഞ്ഞുപോയി.
എന്നാൽ ആദായം ഉണ്ടാക്കാനുള്ള തങ്ങളുടെ പദ്ധതികൾ പൊളിയുന്നത് കണ്ട് യജമാനന്മാർ കോപാകുലരായി പൗലോസിനെയും സീലാസിനെയും നേർക്ക് പാഞ്ഞെടുത്ത് അവരെ പിടികൂടി പ്രമാണിമാരുടെ അടുത്തേക്ക് പൊതുനിരത്തിലൂടെ വലിച്ചിഴച്ചു. പ്രമാണിമാർ അവരെ ന്യായാധിപന്മാരുടെ മുമ്പിൽ ഹാജരാക്കി കുറ്റങ്ങളുടെ നിര തന്നെ നിരത്തി. റോമാക്കാരാം നമുക്കെതിരെ പടവാളി വരേന്തുന്നു, നമ്മുടെ ജനതയെ നമുക്കെതിരെ ഇവർ കൂട്ടം ചേർക്കുന്നു. റോമാക്കാരാം നമുക്കെതിരെ പടവാളി വരേന്തുന്നു, നമ്മുടെ ജനതയെ നമുക്കെതിരെ ഇവർ കൂട്ടം ചേർക്കുന്നു. പ്രഭു, ഇവർ യൂതന്മാരാണ്. റോമാക്കാരായി നമുക്ക് നിയമപ്രകാരം അംഗീകരിക്കാനോ പാലിക്കാനോ പാടില്ലാത്ത ആചാരങ്ങൾ ഇവർ പ്രസംഗിക്കുന്നു. റോമാക്കാരാം നമുക്കെതിരെ പടവാളി വരേന്തുന്നു, നമ്മുടെ ജനതയെ നമുക്കെതിരെ ഇവർ കൂട്ടം ചേർക്കുന്നു. റോമാക്കാരാം നമുക്കെതിരെ പടവാളി വരേന്തുന്നു, നമ്മുടെ ജനതയെ നമുക്കെതിരെ ഇവർ കൂട്ടം ചേർക്കുന്നു. ഇത് കേട്ടതോടെ പൗലോസിനും സീലാസിനുമെതിരെ ജനക്കൂട്ടം ഇളകി. കോപാകുലരായ ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കാൻ മടിച്ചില്ല. ആ യഹൂദന്മാർ വസ്ത്രങ്ങൾ ഉരിഞ്ഞു നീക്കി അവർ വടികൊണ്ടടിക്കുവാൻ നാം കൽപ്പിക്കുന്നു. കൽപ്പന കിട്ടിയ റോമൻ സൈനികർ ശിക്ഷ നിർദ്ധയം നടപ്പിലാക്കി. വസ്ത്രങ്ങൾ ഉരിഞ്ഞു നീക്കി പൗലോസിനെയും സീലാസിനെയും അവർ ക്രൂരമായി മർദ്ദിച്ചു. ക്രൂരമാം ശിക്ഷാവിധിയിൽ തളർന്നു വേദനയേറ്റവർ പിടഞ്ഞു വീണു. ക്രൂരമാം ശിക്ഷാവിധിയിൽ തളർന്നു വേദനയേറ്റവർ പിടഞ്ഞു വീണു. ചോര ചിന്തും ഒരാമേനിയിൽ തീർത്തും മർദ്ദിച്ചവർ പൊട്ടി ചിരിച്ചു നിന്നു. ചോര ചിന്തും ഒരാമേനിയിൽ തീർത്തും മർദ്ദിച്ചവർ പൊട്ടി ചിരിച്ചു നിന്നു. ദേഹമാസകലം ചോര പുരണ്ട് നിലത്ത് വീണ പൗലോസിനെയും സീലാസിനെയും മർദ്ദിച്ചവർ അവർക്ക് ചുറ്റും നിന്ന് ചിരിച്ചു, ആർ തട്ടഹസിച്ചു. പ്രമാണിമാർ സൈനികരെ വിളിച്ച് കൽപ്പിച്ചു, ആ യഹൂദന്മാരെ തടവറകളിൽ അടച്ചു ഭദ്രമായി സൂക്ഷിക്കുവാൻ. നിർദ്ദേശം അനുസരിച്ച് പൗലോസിനെയും സീലാസിനെയും കൈകാലുകൾ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ഇരുമ്പഴികൾക്കുള്ളിലാക്കി. തടവറകളെല്ലാം ബലമായി പൂട്ടി കാവൽക്കാർ അതീവ ജാഗ്രതയോടെ കാവൽ നിന്നു. നേരം പാതിരായായി. ഫിലിപ്പിയൻ പട്ടണമുറക്കമായി. ന്യായാധിപന്മാർ മർദ്ദകന്മാർ അന്ധകാരത്തിലുറക്കമായി. ന്യായാധിപന്മാർ മർദ്ദകന്മാർ അന്ധകാരത്തിലുറക്കമായി. നാടും നഗരവും രാജസന്നിധിയും ഉറങ്ങിയ നേരം പൗലോസും സീലാസും തടവറയിൽ ദൈവത്തിന് കീർത്തനം ആലപിച്ചു. ദൈവമേ, നിൻ ഹിതം നിറവേറ്റുവാനീ വേദനകൾ ഞങ്ങളേറ്റുവാങ്ങി. നിൻ ഹിതം ചെയ്യുവാനാകാതെ വന്നാൽ ഞങ്ങൾ തൻ മാനസം വേദനിക്കൂ. നിൻ ഹിതം ചെയ്യുവാനാകാതെ വന്നാൽ ഞങ്ങൾ തൻ മാനസം വേദനിക്കൂ. ദൈവമേ, നിന്റെ ഹിതം നിറവേറ്റാൻ കഴിയാതെ വരുമ്പോഴല്ലാതെ ഞങ്ങളുടെ ഹൃദയം ഒരിക്കലും വേദനിക്കില്ല. നിന്നെ പ്രതി ഏൽക്കേണ്ട പീഡനങ്ങൾ എത്ര കഠിനമായാലും ഞങ്ങളെ നിന്നിൽ നിന്നും അകറ്റുവാൻ കഴിയുകയില്ല. പൗലോസിനെയും സീലാസിനെയും ഈ കീർത്തനം മറ്റു തടവുകാർ ശ്രദ്ധിച്ചു. പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. ഭൂമിയുടെ അടിത്തറയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വലിയ ശബ്ദം. തടവുകാർ ഭയന്ന് ചാടി എണീറ്റു.
അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ പൊട്ടിത്തെറിച്ചു. കാരാഗൃഹത്തിന്റെ അടിത്തറ വീണ്ടും കീറി. ഇരുമ്പഴികളെല്ലാം തനിയെ തകർന്നു വീണു. രാത്രിയുടെ യാമത്തിൽ അറിയാതുറങ്ങിപ്പോയ പാറാവുകാരൻ ചാടി എണീറ്റു. താൻ പൂട്ടിയ തടവറകളെല്ലാം തുറന്നു കിടക്കുന്നു. താൻ ബന്ധിച്ച ചങ്ങലകളെല്ലാം തകർന്നു കിടക്കുന്നു. തടവുകാർ രക്ഷപ്പെട്ടിരിക്കുന്നു. അയാൾ ഭയന്നു. തടവുകാർ രക്ഷപ്പെട്ടാൽ റോമൻ സൈന്യാധികർ തനിക്ക് നൽകുന്ന ശിക്ഷ ഏറ്റുവാങ്ങുവാനുള്ള കരുത്ത് തന്റെ ഈ ശരീരത്തിനില്ല. മാനസികമായി തകർന്ന ആ പാറാവുകാരൻ ഉറയുന്നത് വാൾ വലിച്ചൊരി തന്റെ നെഞ്ചിന് നേരെ ചേർത്തു. കണ്ണുകൾ ഇറുക്കി അടച്ചു. അരുത്, സാഹസമരുത്. തടവറയ്ക്കുള്ളിൽ നിന്നും പൗലോസിന്റെ ശബ്ദം ഉച്ചത്തിൽ ഉയർന്നു. സഹോദര, എന്ത് സാഹസമാണ് കാട്ടിയത്? ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് കൊണ്ടുവരുവാൻ മറ്റുള്ളവരെ ചുമതലപ്പെടുത്തി ആ പാറാവുകാരൻ തടവറയ്ക്കുള്ളിലേക്ക് ഓടിക്കയറി. അവിടെ പൗലോസിനെയും സീലാസിനെയും കാൽപാദങ്ങളിലേക്ക് പേടിച്ചു വിറച്ചു വീണ ആ പാറാവുകാരൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ചോദിച്ചു, യജമാനന്മാരെ, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു, രക്ഷ പ്രാപിക്കുവാൻ നീയും നിൻ കുടുംബം യേശുവിൽ വിശ്വസിക്കൂ. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കൂ. രക്ഷ പ്രാപിക്കുവാൻ നീയും നിൻ കുടുംബം യേശുവിൽ വിശ്വസിക്കൂ. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കൂ. ഇത് കേട്ട മാത്രമേ തന്നെ ആ പാറാവുകാരൻ പൗലോസിനെയും സീലാസിനെയും തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അവർ അവനോട് കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. അവരുടെ മുറിവുകൾ കഴുകി. മാനസാന്തരപ്പെട്ട ആ പാറാവുകാരനും കുടുംബവും അപ്പോൾ തന്നെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അവൻ അവർക്ക് ഭക്ഷണം വിളമ്പി. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബവും അത്യധികം ആനന്ദിച്ചു. ആ രാത്രി അങ്ങനെ പൂർണ്ണമായി. സൂര്യൻ തെളിഞ്ഞു, നേരം പുലർന്നു, അത്ഭുത രാത്രിയെ നാടറിഞ്ഞു. സൂര്യൻ തെളിഞ്ഞു, നേരം പുലർന്നു, അത്ഭുത രാത്രിയെ നാടറിഞ്ഞു. പിറ്റേന്ന് പ്രഭാതത്തിൽ ന്യായാധിപന്മാർ പാറാവുകാരെ വിളിച്ചു കൽപ്പിച്ചു, ആ യഹൂദന്മാരെ വിട്ടയക്കുക. താമസിച്ചില്ല. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളെ വിട്ടയക്കുവാൻ ന്യായാധിപന്മാർ ആളെ അയച്ചിരിക്കുന്നു. പുറത്തു വന്ന് സമാധാനത്തിൽ പോവുക. എന്നാൽ തങ്ങളുടെ മോചനം അറിയിക്കാൻ വന്നവരോട് പൗലോസ് പറഞ്ഞു, റോമാക്കാരെ ഞങ്ങളെ വിചാരണ കൂടാതെ നിങ്ങൾ മർദ്ദിച്ചു, തടവറയ്ക്കുള്ളിൽ അടച്ചു. ഇപ്പോൾ രഹസ്യമായി പുറത്തുവിടുന്നോ? സാധ്യമല്ല. അവർ തന്നെ വന്ന് ഞങ്ങളെ പുറത്തിറക്കട്ടെ. വിവരം ന്യായാധിപന്മാർ അറിഞ്ഞു. അവർ റോമക്കാരാണെന്നറിഞ്ഞപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ടു. വൈകിച്ചില്ല. ഉടൻ തന്നെ അവർ തടവറയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ പൗലോസിനെയും സീലാസിനെയും നേരിൽ കണ്ട് അവർ മാപ്പ് ചോദിച്ചു. മാപ്പു നൽകണം സഹോദരന്മാരെ, മാപ്പു നൽകണം സഹോദരന്മാരെ, അറിയാതെ ചെയ്തതാണീ പാതകങ്ങൾ, മാപ്പേകണം നിങ്ങൾ യാത്രയാകണം, അറിയാതെ ചെയ്തതാണീ പാതകങ്ങൾ, മാപ്പേകണം നിങ്ങൾ യാത്രയാകണം. പ്രിയരെ, ദൈവത്തെ ഹൃദയത്തിൽ വായിക്കുന്നവർക്ക് തെറ്റുകൾ ക്ഷമിക്കുക എളുപ്പമാണ്. കാരണം ക്ഷമിക്കുന്ന സ്നേഹമാണ് ദൈവം. പൗലോസും സീലാസും ഹൃദയത്തിൽ ദൈവത്തെ വഹിക്കുന്നവരാണ്. അവർ ന്യായാധിപന്മാരോട് ക്ഷമിച്ചു. അവരുടെ ഹിതപ്രകാരം ഫിലിപ്പിയ നഗരത്തോട് വിട പറയുകയും ചെയ്തു.
യാത്രയായി യാത്രയായി യാത്രയായ അപ്പോസ്തലന്മാർ യാത്രയായി യാത്രയായി യാത്രയായ അപ്പോസ്തലന്മാർ ഫിലിപ്പിയ ദേശം കടന്നുപോയി ഫിലിപ്പിയ ദേശം കടന്നുപോയി വചനം വിതയ്ക്കാൻ മാർഗം തെളിയിക്കാൻ മറ്റൊരു ദേശം തെരഞ്ഞുപോയി വചനം വിതയ്ക്കാൻ മാർഗം തെളിയിക്കാൻ മറ്റൊരു ദേശം തെരഞ്ഞുപോയി യാത്രയായി യാത്രയായി യാത്രയായ അപ്പോസ്തലന്മാർ യാത്രയായി യാത്രയായി യാത്രയായ അപ്പോസ്തലന്മാർ. പ്രിയമുള്ളവരെ, തടവറകൾ തകർന്നപ്പോൾ എന്ന ചരിത്രം ഇവിടെ പൂർണ്ണമാകുന്നു. അകൃത്യങ്ങളുടെ അടയ്ക്കപ്പെട്ട വാതിലുകൾ ദൈവത്തിൻ്റെ ഉഗ്രശക്തിക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നു എന്ന നഗ്നസത്യം അലീനയുടെ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലായി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഒപ്പം നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഞങ്ങളുടെ വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ആത്മഭാഷണം, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഫോൺ നമ്പർ 0496-266-3600. അടുത്തയാഴ്ച പുതിയ കഥയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.